ഹലോ, ധനലക്ഷ്മി ടീച്ചർ സ്റ്റോറി ടൈമിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണക്കിൽ അല്പം കാര്യം, വിശ്രമവേളകളാന്തരവാക്കണ്ടേ? അതിലേക്കായി നമുക്ക് കണക്കുകളുടെ കുറേ ടിപ്സും ട്രിക്സും നമുക്ക് നോക്കാം. ഗാലക്സ് മാത്സ് അവതരിപ്പിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് വിത്ത് 9 എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഈ 9 എന്ന് പറയുന്ന ആളൊരു പുലിയാണ് കേട്ടോ. ഈ 9 കൊണ്ടുള്ള അഡീഷൻ, 9 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, 9 കൊണ്ടുള്ള ഡിവിഷൻ, 9 കൊണ്ടുള്ള സബ്ട്രാക്ഷൻ, ഇതെല്ലാം വളരെ ഈസി ആയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ 9 എന്ന് പറയുന്ന ഈ നമ്പർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുമ്പോഴേക്കും വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന ഒരു മേഖല തന്നെയാണ് ഈ 9 എന്ന് പറയുന്നത്. പക്ഷേ ഇവനെ നമ്മൾ അങ്ങോട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആക്കി കഴിഞ്ഞാണ്ടല്ലോ വളരെ ഭംഗിയായിട്ട് നമുക്ക് മാത്സ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ ട്രിക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ കണക്കെത്തിയല്ലോ. അതായത് നമുക്ക് ഇപ്പോൾ ഈ 2 ഡിജിറ്റ് ഇൻറ്റു 9 എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ സഹായത്തോടു കൂടി തന്നെ ചെയ്യാൻ പറ്റും. അതിന് വലിയ പ്രയാസമില്ല. പക്ഷെ നമുക്കിത് ബിഗ് നമ്പേഴ്സ് വളരെ വലിയ നമ്പറായിട്ട് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ നമുക്കൊരു ട്രിക്സിനെ നമുക്കൊന്ന് ഫോളോ ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചാൽ നമ്മളിപ്പം സ്കൂളിൽ പഠിപ്പിക്കുന്ന അക്കാഡമിക് സൈഡിൽ പഠിപ്പിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ സാധാരണ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന് പറയും. അതായത് നമുക്ക് ഈ 9 എന്ന് പറയുന്ന നമ്പർ എങ്ങനെ കിട്ടുന്നതാണ്? അതായത് 10ൽ നിന്നും 1 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, 10ൽ നിന്നും 1 നമ്മൾ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 9 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ 10 എന്ന് പറയുന്ന നമ്പറിനെ 1 സബ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു മോഡലിലാണ് നമ്മളൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യുക. നോക്കിക്കോളൂ, അതായത് n ഇൻറ്റു 10 മൈനസ് n. അതായത് n എന്ന് പറഞ്ഞാൽ എനി ഗിവൺ നമ്പർ, ഏത് നമ്പർ ആയിക്കോട്ടെ, അത് 2 ഡിജിറ്റ് ആയിക്കോട്ടെ, 3 ഡിജിറ്റ് ആയിക്കോട്ടെ, 4 ഡിജിറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആ നമ്പറിൻ്റെ കൂടെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എളുപ്പമല്ലേ 10 കൊണ്ട് ചെയ്യാനായിട്ട്? നമ്മളൊരു റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ആ കിട്ടുന്ന നമ്പർ, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിൽ നിന്ന് നമുക്ക് ഏത് നമ്പറാണോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നിട്ടുള്ളത് ആ നമ്പർ തന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും, കുറയ്ക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ 2 ഡിജിറ്റിന് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെ ഉപയോഗിക്കാം. പക്ഷെ വലിയ നമ്പർ ആകുമ്പോഴാണ് നമുക്കിത് വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ നമ്പർ തന്നെ ഇട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദാറ്റ് ഈസ് 47 ഇൻറ്റു 10 മൈനസ് 47 അല്ലേ? അപ്പോൾ നമുക്കിവിടെ ചെയ്യാം. 47 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മളൊരു 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ 47 സബ്ട്രാക്ട് ചെയ്യും. സോ ഇവിടെ 10 നമ്മൾ ബോറോ ചെയ്യുമ്പോഴേക്കും ഇവിടെ 10 ആകും. ഇവിടെ എന്താകും? ഇവിടെ നമുക്ക് 6 ആവും. 10ൽ നിന്ന് 7 പോകുമ്പോഴേക്കും ഇറ്റ്സ് 3. അവിടെ നമുക്ക് 6 ആണ്. 6ൽ നിന്ന് 4 പോകുമ്പോഴേക്കും യു വിൽ ഗെറ്റ് 2. ഇവിടെ നമുക്ക് 4 തന്നെയാണ്. സോ ദ ആൻസർ ഈസ് 423. അടുത്ത ഡിജിറ്റ് നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് 68 ഇൻറ്റു 9. 68 ഇൻറ്റു 10 എന്ന് പറയുമ്പോഴേക്കും 680 മൈനസ് 68. ഇവിടെ നമുക്ക് 10 ആകും. ഇവിടെ നമുക്ക് 7 ആകും. ഓക്കെ, 10ൽ നിന്ന് 2 പോകുമ്പോഴേക്കും ഇറ്റ്സ് 2. 7ൽ നിന്ന് 6 പോകുമ്പോഴേക്കും ഇറ്റ്സ് 1. 6 നമ്മൾ അതുപോലെ തന്നെ എഴുതി. സോ ദ ആൻസർ ഈസ് 612. 612 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കിക്കോളൂ, 56 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 56 ഇൻറ്റു 10 എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഒരു 0 ഇട്ടു. ദെൻ നമുക്ക് ഈ 56 തന്നെ സബ്ട്രാക്ട് ചെയ്യാം. അപ്പം ഇവിടെ 10 ആണ്. നമ്മളിവിടെ ഒരെണ്ണം കൊടുത്തുകൊണ്ട് ഇറ്റ്സ് 5 ഹിയർ. ഓക്കെ, 10ൽ നിന്ന് 6 പോകുമ്പോഴേക്കും ഇറ്റ്സ് 4. 5ൽ നിന്ന് 5 പോകുമ്പോഴേക്കും ഇറ്റ്സ് 0. ദെൻ 5 അതുപോലെ തന്നെ എഴുതുക. സോ 504 ഈസ് ദ ആൻസർ. ഈസി അല്ലേ? ഇതിപ്പോൾ 2 ഡിജിറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വലിയ ഡിജിറ്റ് വരുമ്പോഴേക്കും എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്, നമുക്ക് പഠിക്കേണ്ടതും അതാണ് അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. 3 ഡിജിറ്റ് ഇൻറ്റു 9 ആണ് അല്ലേ? ഓക്കെ, നമുക്കിതെങ്ങനെയാണെന്ന് ചെയ്യാന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് 482. ഇനി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മളൊരു 0 ഇട്ട് കൊടുത്തു. ദെൻ സബ്ട്രാക്ട് ചെയ്യേണ്ടത് 482 സബ്ട്രാക്ട് ചെയ്യാൻ പോകാം. സോ ഇവിടെ നമുക്ക് 10 ആകും, ഇവിടെ 1 ആകും.
10 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 8. ഇവിടെ 11 ആണ്. അപ്പോൾ നമുക്ക് ബോറോ ചെയ്തേ പറ്റൂ. ബോറോ ചെയ്യാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പം ഇവിടെ ആ ഒരു മെത്തേഡിൽ തന്നെ പോവാണ്. ബോറോ ചെയ്യുന്ന മെത്തേഡിൽ തന്നെ പോവാണ്. ദാറ്റ് ഈസ് ഇവിടെ 7 ആകും. ഇവിടെ നമുക്ക് 11 ആകും. സോ ഇവിടെ നമുക്ക് 11 നിന്ന് 8 പോകുമ്പോഴേക്കും ഇറ്റ്സ് 3. ഇവിടെ 7 നിന്ന് 4 പോകുമ്പോഴേക്കും ഇറ്റ്സ് 3. Then 4. So the answer is 4, 3, 3, 8. അടുത്ത നമുക്ക് നോക്കാം. That is 633 നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും 6330 കിട്ടും. 633 നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. സോ ഇവിടെ നമുക്ക് 10 ഇവിടെ നമുക്ക് ബോറോ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വി ഹാവ് ഓൺലി 2. അപ്പോൾ 10 3 പോകുമ്പോഴേക്കും ഇറ്റ്സ് 7. ഇവിടെ നമുക്ക് 2 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ ചോദിച്ചല്ലേ പറ്റും. സോ ഇയാൾ നമ്മൾ ബോറോ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 12 ആവും. 12 നിന്ന് 3 പോകുമ്പോഴേക്കും ഇറ്റ്സ് 9. ഇവിടെ വീണ്ടും 12 ആണ്. 12 ഇപ്പം നമ്മൾ 12 കിട്ടണമെങ്കിൽ ഇവിടുന്ന് ബോറോ ചെയ്തതാണ്. സോ ഇറ്റ്സ് 5. അപ്പോൾ ഇവിടെ നമുക്ക് 12 നിന്ന് 6 പോകുമ്പോഴേക്കും യു വിൽ ഗെറ്റ് 6. ഇവിടെ നമുക്ക് 5. So the answer for the answer is 5697. So the third one 555 into 9. അപ്പോൾ നമുക്ക് നോക്കാം. 555 ഇനി നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും 0 കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ 555 നമ്മൾക്ക് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 10 ആയി. ഇവിടെ നമുക്ക് 4 ആയി. 10 നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. 4 നിന്ന് 5 നമുക്ക് പറ്റില്ല. സോ നമ്മൾ വീണ്ടും അവിടെ ബോറോ ചെയ്യും. അപ്പോൾ ഇറ്റ്സ് 14 ആണ്. 14 ആകുമ്പോഴേക്ക് 14 നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 9. 4 നിന്ന് 5 പോവില്ല. നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാമല്ലോ. ഇവിടെ തന്നെ ഉണ്ടല്ലോ ഒരുപാട്. സോ ഇവിടെ നമുക്ക് 14 ആകും. 14 നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. സോ 4 എഴുതി. So 4995 is the answer. Right. അപ്പം ഇത് മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ നമ്പർ തന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഒരു കുറച്ചുകൂടെ വലിയ നമ്പറിലോട്ടൊന്ന് പോയി നോക്കിയാലോ. ഓക്കെ, ഇത് 4 ഡിജിറ്റ് ഇൻറ്റു 1 ഡിജിറ്റ് ആണ്. ഇതാണെങ്കിൽ 5 ഡിജിറ്റ് ഇൻറ്റു 1. നമുക്ക് ഇവിടേക്കാണ് വരുമ്പോഴാണ് നമുക്ക് ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്ക് എളുപ്പമായിട്ട് വരിക. അപ്പോൾ 1242 ഇൻറ്റു 9. അപ്പോൾ അതിനെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും 1242നെ 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ജസ്റ്റ് പുട്ട് 0 on the right side of the number. എന്നിട്ട് നമുക്കിത് സബ്ട്രാക്ട് ചെയ്യാം. ദറ്റ് ഈസ് 1242. ഓക്കെ, സോ നമ്മൾ 10 ഇവിടെ നിന്ന് ബോറോ ചെയ്ത് 1 വെച്ചിട്ട്. സോ 10 നിന്ന് 2 പോകുമ്പോഴേക്കും ഇറ്റ്സ് 8. 1 ആണ്. വീണ്ടും നമ്മൾ അവിടെ നിന്ന് ബോറോ ചെയ്യുമ്പോൾ ഇറ്റ്സ് 11. ഇവിടെ 3 ആകും. 11 നിന്ന് 4 പോകുമ്പോഴേക്കും നമുക്ക് 7. 3 നിന്ന് 2 നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 1. 2ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1. ദെൻ 1 അതുപോലെ തന്നെ എഴുതി. സോ 1117 is the answer. നെക്സ്റ്റ് നമ്പർ നോക്കിക്കേ. 26,532 ഇൻറ്റു 9. ഇവിടെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ. സോ 26,532 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ 0 ഇട്ടു. എന്നിട്ട് നമ്മൾ ഈ നമ്പർ തന്നെ സബ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് 26532. ഞാൻ ഈ ഇൻഡിവിജ്വലായിട്ട് നമ്പർ പറയുന്നത് നമുക്ക് തെറ്റില്ല നമ്മൾ എഴുതുമ്പോഴേക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയായിട്ട് നമ്മൾ പറയുന്നത്. സോ ഇവിടുന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് 10 ഇവിടെ നമുക്ക് 1. 10 നിന്ന് 2 പോകുമ്പോഴേക്കും ഇറ്റ്സ് 2. 1 നിന്ന് 3 പോയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ 3 നിന്ന് കടം വാങ്ങാം. 3 എന്നുള്ളത് 2 ആകും. ഇവിടെ 1 ആകും. അപ്പോൾ 11 നിന്ന് 3 പോകുമ്പോഴേക്കും നമുക്ക് 8. 2ൽ നിന്ന് 5 പോവില്ലല്ലോ. നമുക്ക് കടം വാങ്ങാം അല്ലേ. സോ ഹിയർ ഇറ്റ് ഈസ് 4. ഇവിടെ നമുക്ക് 12 ആവും. 12 നിന്ന് 5 എന്ന് പറയുമ്പോഴേക്കും 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക്
7 കിട്ടും. 4 ൽ നിന്ന് 6 പോയില്ലല്ലോ, അതിനല്ലേ അടുത്തയാളുള്ളത്. അയാളുടനെ കൊടുത്തു, ഇവിടെ അയാൾ 5 ആയി, നമുക്കിവിടെ 14 ആയി. അപ്പോൾ ഈ 14 നിന്ന് 6 പോകുമ്പോഴേക്കും യു വിൽ ഗെറ്റ് 8. അപ്പോൾ 5ൽ നിന്നും നമുക്ക് 2 സബ്ട്രാക്ട് ചെയ്യാൻ എളുപ്പമാണ്. 3, 2 അതുപോലെ തന്നെ നമ്മൾ എഴുതി. അപ്പോൾ ആൻസർ ഈസ് 2, 3, 8, 7, 8, 8. That is 2,38,788. സോ ഇതുപോലുള്ള കുറേ കണക്കുകൾ നിങ്ങൾ ട്രൈ ചെയ്യണം. ചെയ്ത് തന്നെയാണ് നമ്മളിത് പഠിക്കുക. പ്രാക്ടീസാണ് മാത്സിനെ നമുക്ക് മേടിക്കാനുള്ള ഏറ്റവും എളുപ്പം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട് മീ. നിങ്ങൾ ഇത്രയും നാൾ എന്നെ ലൈക്ക് ചെയ്തതിനും സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ കുഞ്ഞുങ്ങളിലേക്ക് ഇത് ചെല്ലണം, കൂടുതൽ ആളുകളിലേക്ക് ഇത് ചെല്ലണം. അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് പ്രയോജനം എല്ലാവർക്കും ഉണ്ടാവും. ഞാനൊക്കെ ആലോചിക്കാറുണ്ട്, എൻ്റെ കുഞ്ഞുനാളിൽ ഇതുപോലെയൊക്കെ എനിക്ക് പറഞ്ഞു തരാനോ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മാത്സ് ഒക്കെ ഞാൻ നല്ല മിടുക്കിയായി പോയതിനായിരുന്നല്ലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എന്നാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് എന്താ അടുത്ത് ചെയ്യാൻ പറ്റുക അല്ലേ? അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഓരോ ട്രിക്സ് ഉണ്ട്. അതുപോലെ PSC ടെസ്റ്റും കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുന്നവർക്കാണെങ്കിലും ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. പിന്നെ പ്രായമായ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെ മുത്തശ്ശനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇത് പ്രയോജനമാണ്. കാര്യം മെമ്മറി ലോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആളുകളൊക്കെ ഒരുപാട് പേര് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് മെഡിക്കൽ കോളേജിലെ കുറച്ച് ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് അബാക്കസ് കുറേ നാൾ പഠിക്കുന്നുണ്ടായിരുന്നു. കാര്യം അവർ റിട്ടയർ ചെയ്തവരാണ്. അപ്പോൾ അവർക്ക് മെമ്മറി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ മെമ്മറി എന്നും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. അപ്പം ഇത് മുഴുവനും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. Please do like and subscribe and share the maximum. Thank you so much. ഇതാ നിങ്ങളുടെ കണക്കെന്ന സാഗരത്തിലേക്ക് ഒരു മുത്തുകൂടി. അപ്പോൾ മറക്കാതെ എല്ലാവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.